ചേട്ടാ കിങ്സ് ഉണ്ടോ? ആ കിങ്ങിൻ്റെ ഏതാ വേണ്ടേ? പാക്കറ്റാ അല്ലെങ്കിൽ സിംഗിളാ? ഒന്നാ രണ്ട് എത്ര വേണ്ടേ? പാക്കറ്റിന് ഒന്നിനാണ് എത്ര പൈസ? ഒന്നിന് 18 രൂപ. 18 രണ്ടിനാകുമ്പം 18 വെച്ച് രണ്ടെണ്ണം. പാക്കറ്റിനാണെങ്കിൽ പാക്കറ്റിന് 170. അല്ല ഇപ്പം പിന്നെ പാക്കറ്റിന് 170, ഒന്നിനാണെങ്കിൽ 18. അതുകൊണ്ട് അങ്ങനെ അല്ല, അത് നമ്മൾ കച്ചവടമല്ല അതായത് നിങ്ങൾ പാക്കറ്റായിട്ട് വാങ്ങുന്നെങ്കിൽ 170 രൂപ കയറാം. ഓരോന്നായിട്ട് വാങ്ങുന്നെങ്കിൽ ഒന്നിന് 18 രൂപ വെച്ച് തരണം. അത് 9 എണ്ണം വാങ്ങുന്നെങ്കിൽ ഒന്നിന് 18 രൂപ വെച്ച് തരണം. ഓ ശരി. അപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല 9 എണ്ണം വാങ്ങിയാലും ഒന്നിന് 18 രൂപ. പക്ഷേ 10 എണ്ണം പാക്കറ്റായിട്ട് വാങ്ങുകയാണെങ്കിൽ 170 രൂപ. അതെന്ത് പരിപാടി ചേട്ടാ അങ്ങനെ? എന്നാൽ 10 രൂപ കൂടുതലല്ലേ നമ്മൾക്ക് വാങ്ങുന്നത്? നമ്മളിത് കുറേ കൊല്ലമായിട്ട് കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധനം വേണ്ടിക്ക് വാങ്ങിയിട്ട് പോവുക. അധികം കഥാപ്രസംഗം ഇങ്ങോട്ട് ചേർത്താൻ തട്ട കേട്ടോ. അല്ല, നിങ്ങൾ ചൂടാകാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മളൊരു ഉപഭോക്താവല്ലേ, നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു ന്യായമായ പൈസ എടുത്ത് തുടങ്ങി. നമ്മൾ കുറേ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിക്ക് വാങ്ങിയിട്ട് പോകും വേണ്ടേ? ശരി ആയിക്കോട്ടെ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ചില സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ചില തട്ടിപ്പ് നടക്കാറുണ്ട്. അതായത് ഞാൻ ഒരു കിങ്സിന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പം ഒന്നിനാണെങ്കിൽ 18 രൂപ, 10 എണ്ണം വാങ്ങുകയാണെങ്കിൽ പാക്കറ്റിന് 170 രൂപ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ മുദ്രണം ചെയ്തിട്ടുള്ള വില എത്രയാണ്? അതായത് 170 രൂപയാണ് ഈ ഒരു പാക്കിന് വില. 170 രൂപ. അങ്ങനെയാണെങ്കിൽ ഒന്ന് വാങ്ങിയാലും 2 വാങ്ങിയാലും ഒന്നിന് 17 രൂപ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം 170 രൂപയ്ക്ക് വിറ്റാൽ തന്നെ ലാഭഗീതം നമ്മുടെ കച്ചവടക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് പുറമെയാണ് ഒന്ന് വാങ്ങുമ്പോൾ 18 രൂപ. അത് 1 വാങ്ങിയാലും 2 വാങ്ങിയാലും 9 വാങ്ങിയാലും ഒന്നിന് 18 രൂപ വെച്ച് കൊടുക്കണം. ഇത് ശരിയാണ്. കാരണം ഈ പാക്കറ്റിൻ്റെ മുകളിൽ കൃത്യമായി മുദ്രണം ചെയ്തിട്ടുള്ള വില എത്രയാണെന്നുള്ള കാര്യം. അതിൽ കൂടുതൽ വില എടുക്കുന്നത് കസ്റ്റമറെ ചൂഷണം ചെയ്യുന്നത് പോലെയാണ്. കാരണം പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നിരുന്നാലും വാങ്ങാൻ വരുന്ന ആൾ ഇതുപോലെ പറ്റിക്കരുത്. എല്ലാവരും നല്ല ചില ആളുകൾ ഇതുപോലെ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്.